നിങ്ങളെ സ്വലാത്ത് നിങ്ങളെ വാവ് കൊണ്ട് മാത്രം പറഞ്ഞാ പോരാ. സ്വലാത്ത് ചൊല്ലുമ്പോൾ സ്വലാത്ത് ചെയ്യപ്പെടുന്ന ഹബീബായ നബി തങ്ങളെ മഹത്വം മനസ്സിനകത്ത് കൊണ്ടുവരണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനം മനസ്സിലുണ്ടാകണം. ഇങ്ങനെ നബി തങ്ങളെ ഫളായിലുകളെ മനസ്സിൽ കരുതിയിട്ട് ആരാണോ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതെങ്കിലോ അഅതാഉ റബ്ബു മുഹമ്മദി ഔനം മിനൽ ലുത്ഫിൽ ഖഫീ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ ഒരു വലിയ നേതാവിന്റെ രാജാവില്ലയോ റബ്ബ് തആല അദ്ദേഹത്തെ ആ മനുഷ്യന് സ്വലാത്ത് ചൊല്ലിയവനെ എല്ലാ ഔദാര്യങ്ങളും നൽകുകയാണ്. അവിടെ ദുന്യാവെന്നോ ആഖിറമെന്നോ മാനസികമെന്നോ ശാരീരികമെന്നോ സാമ്പത്തികമെന്നോ ആരോഗ്യപരമെന്നോ ഒരു വ്യത്യാസവുമില്ല. പടച്ച റബ്ബ് തരുന്ന ഓരോരോ അനുഗ്രഹങ്ങളോ യജമാനനായ റബ്ബ് തആലയുടെ അനുഗ്രഹങ്ങളെ വാതിൽ തുറക്കപ്പെടണോ. അതിനുള്ള ഒരേ ഒരു വഴിയാ മുഹമ്മദുർ റസൂലുള്ളാഹി അർഹമുർ റഹീമീനായ മാലികുൽ മുലൂക്കായ രാജസയ്യിദായ അല്ലാഹ്. ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയവരുടെ സകലമാന സദുദ്ദേശങ്ങളോ നിബിതങ്ങളുടെയും ഹബീബായ നിബിതങ്ങളെ സ്വലാത്തിന്റെയോ ഹഖ് ബർക്കത്ത് കൊണ്ട് നീ പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്. ഓ എന്റെ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, ഇപ്പൊ പരീക്ഷ കഴിഞ്ഞിരിക്കാനുള്ള കുറച്ച് സൗണ്ട് കിട്ടോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ പിന്നെ എല്ലാരും പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുക. അല്ലാഹു തആല നമ്മൾ പരീക്ഷ എഴുതിയ കുട്ടികളൊക്കെ വിജയിപ്പിക്കട്ടെ. വാണിക ഉറക്കാമി പറഞ്ഞോളി, അള്ളാഹു വിജയിപ്പിക്കട്ടെ. ഉറക്കാമി മരണ കുട്ടികൾക്കൊക്കെ അള്ളാഹു നല്ല എ ഗ്രേഡ് കൊടുക്കട്ടെ. കഴിഞ്ഞ കൊല്ലം ഞങ്ങളെ നാട്ടില് ഒരു ചെങ്ങായിന്റെ റിസൾട്ട് കാണാൻ വേണ്ടി പോയി. അപ്പൊ റിസൾട്ട് കാണാൻ വേണ്ടി രഞ്ജിത്ത് എന്ന ചെറുപ്പക്കാരൻ, ചെറിയ കുട്ടി, 10ാം ക്ലാസ്സിൽ. അപ്പൊ ഓന്റെ ഒരു കൂട്ടുകാരനുണ്ട് റഷീദ്. അപ്പൊ റഷീദും രഞ്ജിത്തും ഒപ്പം പഠിക്കണ കുട്ടികളാണ്. അങ്ങനെ റിസൾട്ടിന്റെ സമയത്ത് രഞ്ജിത്ത് റഷീദിനെ ഫോൺ വിളിച്ചു, അല്ല റഷീദ്, ഇന്ന് റിസൾട്ട് അറിയാണ്. 9ാം ക്ലാസ്സിലാണ്, സോറി 9ാം ക്ലാസ്സിലാണ്. അപ്പൊ റഷീദിനെ വിളിച്ചിട്ടാണ് ഇന്ന് റിസൾട്ട് അറിയാണ്, നമുക്കൊന്ന് പോയി നോക്കുക, റിസൾട്ട് നോക്കിയാ. അപ്പോ റഷീദ് പറഞ്ഞു, ഞാനടാ അപ്പൻ്റെ ബാപ്പാൻ്റെ അപ്പം പോവാണ്, ഞങ്ങൾക്കൊരു വഴിക്ക് പോകാണ്ട്, എൻ്റെ റിസൾട്ടും കൂടി നോക്കിയിട്ട് എനിക്ക് വിവരം തന്നതാണ്. അങ്ങനെ രഞ്ജിത്ത് പോയി. അപ്പൊ രഞ്ജിത്തിനോട് ചെറിയ അപേക്ഷ, ഞാൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തോറ്റിട്ടുണ്ടെങ്കിൽ, ഒരു വിഷയത്തിൽ തോറ്റാൽ നീ മെസ്സേജ് അയക്കണം, നിനക്ക് സുഖല്ലേ എന്ന്. 2 വിഷയത്തിലാണ് ഞാൻ തോക്കുന്നതെങ്കിൽ നിന്റെ ബാപ്പാക്കും സുഖല്ലേ എന്ന് ചോദിക്കണം. ഇവന്റെ അപേക്ഷയാണ്. കാരണം അത് തോറ്റെന്ന് കേൾക്കണ ബേജാറാണ്. അപ്പൊ നീ ഇംഗ്ലീഷിൽ തോറ്റെന്ന് പറയുന്നതിന് പകരം നിനക്ക് സുഖല്ലേ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ എനിക്ക് മനസ്സിലാവും ഒരു സബ്ജക്ട് ഞാൻ തോറ്റിട്ടുണ്ട്. നിന്റെ ബാപ്പയല്ല കൂടെ ഉള്ളത്. 2ാമത്തെ വിഷയത്തും കൂടി ഞാൻ തോറ്റിട്ടുണ്ടെങ്കിൽ എന്റെ ബാപ്പാക്കും കൂടി സുഖല്ലേ എന്ന് ചോദിക്കണം. അപ്പൊ എനിക്ക് മനസ്സിലാകും 2 വിഷയത്തിൽ ഞാൻ തോറ്റു. അങ്ങനെ രഞ്ജിത്ത് പോയി റിസൾട്ട് നോക്കിയിട്ട് ഓനെ മെസ്സേജ് അയച്ച്, അനക്കും എൻ്റെ ബാപ്പാക്കും എൻ്റെ അമ്മാക്കും എൻ്റെ ആങ്ങളെ കുട്ടിക്കും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ അമ്മായിക്കും കുടുംബത്തിനൊക്കെ സുഖമല്ല. അപ്പൊ മനസ്സിലായി ഒരൊറ്റ വിഷയത്തിലും ജയിച്ചിട്ടില്ല. അപ്പൊ നമ്മളെ കുട്ടികൾക്കൊക്കെ അള്ളാഹ് നല്ല വിജയം കൊടുക്കട്ടെ. നല്ലോണം ആമീൻ പറഞ്ഞു, അള്ളാഹു വിജയം തരട്ടെ. ഞാൻ കൂടുതലൊന്നും പറയില്ല, വേഗം നിർത്തും. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് സ്ഥാപനം കണ്ട വലിയൊരു സന്തോഷം. ഒറ്റ തട്ടാണെങ്കിലും അടിയത്തെ തട്ട് തന്നെ നല്ല കെട്ടുറപ്പുള്ള തട്ടാണ്. ഇത്ര തന്നെ വീതി ഉണ്ട് അതിന്റെ കട്ടി, അതിന്റെ ഉള്ളിക്ക് കാലിയ ഇത്ര തന്നെ ഉണ്ട്. ഇതിന്റെ മേലുണ്ടല്ലോ വീതി. ഈ കുനിപ്പുണ്ടല്ലോ, ഇത് നല്ല വീതി ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഫുൾ അങ്ങനെ തന്നെ. അത് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒഴിഞ്ഞു വെക്കണ്ടോ. പിന്നെ ബെല്ല സിമെന്റ് ഒന്നും വരും. 500 ചാക്ക് സിമെന്റും കൂടി നമുക്ക് വേണ്ടി വരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ നിങ്ങളൊക്കെ നല്ലോണം നേർച്ചയായിക്കോളി. ഉസ്താദ് പറഞ്ഞ പ്രത്യേക പിരിവൊന്നും ചോദിക്കണ്ട, കുറച്ച് സിമെന്റിന്റെ ആവശ്യം ഉണ്ടാവും, നിങ്ങൾ പറഞ്ഞിടുന്നു. മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫളായിലുകൾ മനസ്സിലാക്കി നിങ്ങളിൽ ആരാണോ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നത്,
അവർക്ക് ഏതെല്ലാം അല്ലാഹു തആലയുടെ പ്രതിഫലങ്ങൾ കിട്ടുന്നുണ്ടോ, ഏതെല്ലാം അനുഗ്രഹങ്ങൾ വേണോ, ഏതെല്ലാം ഔദാര്യങ്ങൾ വേണോ, അഅതാഉ റബ്ബു മുഹമ്മദി ഔനം മിനൽ ലുത്ഫിൽ ഖഫീ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വപ്പെടുത്തി സ്വലാത്ത് ചൊല്ലിയതിന്റെ പേരിൽ, ഓ എന്റെ പൊന്നുമോളെ, നിന്റെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, നിന്റെ ഭർത്താവ് പറഞ്ഞതനുസരിക്കുന്നില്ല എന്ന വിഷമമുണ്ടല്ലോ, നിന്റെ മക്കളെല്ലാം പറഞ്ഞത് ധിക്കരിക്കുന്നതാണെന്ന വേദനയുണ്ടല്ലോ, എല്ലാത്തിനും പരിഹാരമാ മുഹമ്മദുർ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്കറിയാലോ. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമും കൂടെയുള്ള ആളുകളും രക്ഷപ്പെടാൻ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോ, ആ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വലിയൊരു സമുദ്രം മുറിച്ചു കടക്കണം. നമ്മൾ ചരിത്രം വിശദീകരിക്കുകയല്ല. ആ ഒരു വലിയ സമുദ്രം മുറിച്ചു കടക്കേണ്ട വിപൽഘട്ടം വന്ന നേരത്ത് ബേക്കിലേക്ക് നോക്കിയപ്പോ ഫിർഔനും കൂട്ടരും പിന്നാലെ അറുവലൊക്കെ കാത്തിരിക്കുകയാ. മുമ്പിലേക്ക് ചെന്നപ്പോഴോ വിശാലമായ കടലുമാ. ആ കടലിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ അല്ലാഹു തആല മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുത്ത വസിയത്ത്, അല്ലാഹു തആല കൊടുത്ത വഹി എന്തെന്നറിയോ? ഓ മൂസ നബിയെ, നിങ്ങളെ കയ്യിലുള്ള പരിശുദ്ധമായ വടിയുണ്ടല്ലോ, ആ വടി കൊണ്ട് നിങ്ങളാ കടലിന്റെ നടുവിൽ നിങ്ങളൊന്ന് അടിച്ചോളൂ, ആ സമുദ്രത്തിന്റെ അരികെയൊന്ന് അടിച്ചോളൂ, നിങ്ങൾക്ക് പോകാനുള്ള വഴി ഒരുക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല വഹി അറിയിച്ചപ്പോൾ, അന്ന മൂസ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം, ളറബ ബിഅസാഉൽ ബഹറ 10 മററാത്ത്, 10 തവണ അദ്ദേഹത്തിന്റെ വടി കൊണ്ട് സമുദ്രത്തെ അടിച്ചു. പക്ഷേ ഒരു ഉപകാരമില്ല. വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിക്കാന്നല്ലാതെ 10 തവണ അടിച്ചു. 10 തവണ അടിച്ചിട്ടും വെള്ളം 2 ഭാഗത്തേക്ക് മാറി നിൽക്കുക, എന്നിട്ട് അതിലൂടെ വഴി രൂപപ്പെടുക എന്ന്, ഇതിൽ നിന്നും മാറി നിന്ന് ബഹുമാനപ്പെട്ടവർ 10 അടി അടിച്ചിട്ടും ഈ സമുദ്രത്തിൽ വഴി ഒരുങ്ങിയില്ല. അവസാനം അല്ലാഹു തആല മൂസ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നിങ്ങൾക്ക് വഹി വേണമെങ്കിൽ, നിങ്ങൾക്ക് വഴി വേണമെങ്കിൽ, യാ മൂസാ സ്വല്ലി അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളാ അടിക്കുന്നതിന് മുമ്പ് മുത്തന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിങ്ങളൊരു സ്വലാത്ത് ചൊല്ലിയിട്ട് അടിച്ചോളൂ മൂസ നബിയേ. മൂസാ നബി അലൈഹിസ്സലാം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി അടി കൊടുത്തപ്പോ സുബ്ഹാനല്ലാഹ് 11ാമത്തെ അടി അത് മുത്തുനബിയുടെ പേര് ഉണ്ടായതുകൊണ്ട് തന്നെ സമുദ്രം 2ആയി പിളർന്നുവല്ലോ. മഹാനായ യൂസുഫ് നബഹാനി റളിയല്ലാഹു തആല അൻഹു അവിടത്തെ സഅദത്തുദ് ദാറൈനി ഫി സ്വലാത്തി അലാ സയ്യിദുൽ കൗനൈൻ എന്ന് പറഞ്ഞ പരിശുദ്ധമായ ഗ്രന്ഥത്തിൽ ഓർമ്മപ്പെടുത്തിയതല്ലയോ. ആയതുകൊണ്ട് തന്നെയാ ബഹുമാനപ്പെട്ട ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചത്, മൻ അസുറത്ത് അലൈഹി ആജത്തും മിൻ അംരി ദീനിഹി ഔ ദുനിയാഹു, ആർക്കെങ്കിലും ഭൗതികമായതോ അഭൗതികമായതോ ദുന്യവിയായതോ ഉഖറവിയായോ ഏതെങ്കിലും ഒരു ആവശ്യം അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഫൽയുഖ്ദിർ മിനസ് സ്വലാത്തി അലയ്യാ, എന്റെ പേരിൽ നിങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലു അലാ ഖൈറിൽ അനാമി വമൻ ബിഹി തൻജുൽ ഇബാദു ബിമൗഖിഫിൽ അഗ്വാലി ഇന്നസ്സലാത അലൻ നബി ഹബീബിനാ മിൻ അഫ്ളലിൽ അഫ്ആലി വൽ അഅമാലി യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി.
وهو النبي المصطفى علم الهدى الطيب الأقوال والأفعال يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي മഹാന്മാരായ ആശിഖീങ്ങൾ പറഞ്ഞതല്ലേ, മഹാന്മാരായ ആശിഖീങ്ങൾ പഠിപ്പിച്ചതല്ലേ, സല്ലൂ അലാ ഖൈറിൽ ഖൈറുൽ അനാമായ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണോ. വമൻ ബിഹി തൻജുൽ ഇബാദു ബിമൗഖിഫിൽ അഹ്വാലി. ആരാരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാത്തൊരു സമയോ, ആരാരും മറ്റൊരാളുടെ കാര്യം ആലോചിക്കാത്ത സമയോ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. മക്കളിലേക്ക് ഉപ്പ നോക്കാത്തൊരു സമയമല്ലയോ, അതേ ഭാര്യയിലേക്ക് ഭർത്താവ് നോക്കൂല്ല, ഭർത്താവിന്റെ കാര്യം ഭാര്യ നോക്കൂല്ല, പേരമക്കളെ കാര്യം ഉപ്പാപ്പ നോക്കൂല്ല. ആരാരും സംരക്ഷിക്കപ്പെടാനില്ലാത്ത ഒരു സമയത്ത് സംരക്ഷകനായിട്ട് വരുന്ന ഒരു നേതാവുണ്ടല്ലോ, മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബി തങ്ങളുടെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളൂ. കാരണം ഇന്ന സ്വലാത്ത അലൻ നബിയ്യി ഹബീബിനാ മിൻ അഫ്ളലിൽ അഅ്മാലി വൽ അഫ്ആലി. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് ഏറ്റവും മഹത്തായ കർമ്മമാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. ഇത് റസൂലുള്ളാഹിക്ക് വേണ്ടിയല്ല സ്വലാത്ത്. മുത്തുനബിയുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലിയില്ല എന്ന് കരുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒന്നും കുറയാനില്ല. കൂടുതൽ ചൊല്ലി എന്നതുകൊണ്ട് പ്രത്യേകം കൂടാനുമില്ല. എല്ലാം അല്ലാഹു തആല മുൻകൂട്ടി കൊടുത്തവരാ മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മളെല്ലാം എല്ലാരും മാറി നിന്നാലും ഇവിടെ എല്ലാ ദിവസവും മുഅ്മിനീങ്ങളായ ചെറിയ ചെറിയ മക്കൾ അവരറിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞല്ലോ, ലാ തുദ്രിബൂ അത്ഫാലകും ഇൻദ ബുകാഇഹിം സന. നിങ്ങൾക്കൊരു കുട്ടി ജനിച്ചു, ആ കുട്ടിക്ക് ഒരു വയസ്സ് പ്രായമാകുന്നത് വരെ ആ കുട്ടികൾ കരഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ അടിക്കാൻ പാടില്ല. ആ കുട്ടികൾ കരഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ അവരെ വേദനിപ്പിക്കാൻ പാടില്ല. നിങ്ങളെ ഒരു കുട്ടിക്ക് ഒരു വയസ്സാകുന്നതിന് മുമ്പ് ആ കുട്ടി എങ്ങാനും പൊട്ടിക്കരഞ്ഞാൽ ആ പൊട്ടിക്കരച്ചിലിന്റെ പേരിൽ നിങ്ങൾ ദേഷ്യം പിടിക്കാൻ പാടില്ല, അവരെ നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ലെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ കാരണം പറയുന്നുണ്ട്. ലാ തുദ്രിബൂ അത്ഫാലകും ഇൻദ ബുകാഇഹിം സനാ. നിങ്ങളെ കുട്ടികൾ ഒരു വയസ്സെത്തുന്നത് വരെ അവരെങ്ങാനും കരഞ്ഞാൽ ആ കരഞ്ഞ കുട്ടികളെ നിങ്ങൾ അടിക്കരുത്. കാരണം ഫഇന്ന ബുകാഅഹും അർബഅത അശ്ഹുരിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദ്യത്തെ 4 മാസം പിറന്നു വീണ കുട്ടികൾ ആദ്യത്തെ 4 മാസമുള്ള കരച്ചിൽ ആ കുട്ടികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഇന്ന ബുകാഅഹും അർബഅത അശ്ഹുരിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കുട്ടികൾ ജനിച്ചു വീണ് ആദ്യത്തെ 4 മാസമുള്ളവരെ കരച്ചിലുണ്ടല്ലോ, ഓ എന്റെ ഉമ്മ, അങ്ങനെ കുട്ടികൾ കരഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ആ കുട്ടികൾ കരയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഇനിയോ വഅർബഅത അശ്ഹുരിൻ സ്വലാത്തുൻ അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീടുള്ള 4 മാസമുണ്ടല്ലോ, ആ കുട്ടികളെ കരച്ചിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. ഞാൻ പറഞ്ഞതല്ല, മുഹമ്മദുർ റസൂലുള്ളാഹ്. ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി.
നബി തങ്ങൾ പറയുന്നു, ഇനിയോ അവസാനത്തെ 4 മാസമുണ്ടല്ലോ, ഒരു വർഷം തികയാൻ, ഒരു വയസ്സ് തികയാൻ 4 മാസം ബാക്കിയായിരിക്കെ ഈ കുട്ടികളെങ്ങാനും കരയുകയാണെങ്കിൽ അവരെ മാതാപിതാക്കൾക്കുള്ള പ്രാർത്ഥനയാ അവസാനത്തെ 4 മാസം അവരെ കരച്ചിലുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഞാനും നിങ്ങളുമൊന്നും ചൊല്ലാതെ വാശി പിടിച്ച് ഞങ്ങളാ സ്വലാത്തിന് പോകലെ. എന്ത് സ്വലാത്ത്? അങ്ങനത്തെ സ്വലാത്ത് ഞങ്ങൾക്ക് ഇവിടെ തന്നെയല്ല സ്വലാത്ത്. ഞങ്ങൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് സ്വന്തം തന്നെ സ്വലാത്തെല്ലാം കഴിയും. അതിനിപ്പോ ഒരു കുറത്തങ്ങൾ വന്ന് നേതൃത്വം നൽകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് നിങ്ങൾ വാശി പിടിച്ച് മാറി നിന്നാലും നമ്മുടെ ഈ ലോകത്ത് ജനിക്കുന്ന സർവ്വ മുഅ്മിനീങ്ങളുടെയും മക്കൾ ഒരു വയസ്സെത്തുമ്പോൾ ആ ഒരു വയസ്സെത്തുന്നതിന്റെ ഇടയിൽ 4 മാസം മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ എന്റെ രക്ഷിതാക്കളെ, സ്വലാത്തിന്റെ ഗൗരവം കുറക്കണ്ട. അത് എന്റെ പ്രഭാഷണത്തിന്റെ ഗൗരവത്തിനോ ഉഷാറിനോ പറഞ്ഞതല്ല. നമ്മൾ എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടെ ഉറക്ക സ്വലാത്ത് ചൊല്ലുന്നോ അതിലൂടെ നമ്മുടെ ആഖിറം വെളിച്ചമാണ് കേട്ടോ. പടച്ച റബ്ബിന്റെ പേരിലുള്ള ദിക്ർ പോലെയല്ല, നമ്മൾ ചെയ്യുന്ന ഖൗലിയായ ഫർദുകളെ പോലെയല്ല. മഹാനായ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് പരമാവധി ശബ്ദമുയർത്തൽ നല്ലതാണ്. കാരണം നിങ്ങൾക്കറിയോ, മഹാന്മാരായ സൂഫിയാക്കൾ പറയുന്നു, കാനലി ജാറും മുസ്രിഫുൻ അലാ നഫ്സിഹി, അതിക്രമം ചെയ്ത ഒരു അയൽവാസി എനിക്കുണ്ടായിരുന്നു. വകുന്തു ആമറുഹു ബിത്തൗബതി ഫലാ യഫ്അലു, അദ്ദേഹം തെറ്റ് ചെയ്യുമ്പോ ഞാൻ അയാള് പറയും, മോനെ നീ തെറ്റ് ചെയ്യല്ലടാ, നീ കള്ളു കുടിക്കല്ലടാ, നീ വേണ്ടാധീനത്തിന് പോകല്ലടാ, മോശത്തരങ്ങളിൽ നിന്ന് മാറി നിൽക്കടാ എന്ന് എന്റെ കൂട്ടുകാരനും എന്റെ അയൽവാസിയുമായ പൊന്നു സഹോദരൻ ചെയ്യുന്നത് കണ്ടപ്പോ ഞാൻ അയാളോട് തെറ്റിലേക്ക് പോകരുത് എന്ന് പലതവണ ഉപദേശിച്ചു. പക്ഷേ ഒരു ഉപദേശവും അദ്ദേഹം സ്വീകരിച്ചില്ലല്ലോ. ഞാൻ പറയുന്നതിന് അദ്ദേഹം വില കൊടുത്തില്ലല്ലോ. ഇങ്ങനെ വില കൽപ്പിക്കാതെ ഈ മനുഷ്യൻ പെട്ടെന്നതായി ലോകത്തെന്ന് വിട പറയുകയാ. ഫലമ്മാ മാത റഅയ്തു ഫിൽ ജന്നാ, ഈ വലിയ സൂഫി വര്യം പറയുന്നു, ഞാൻ പറഞ്ഞതനുസരിക്കാതെ തൗബയിലേക്ക് സമയം കളയാതെ ഈ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അദ്ദേഹത്തിന് ഞാൻ സ്വപ്നത്തിൽ കണ്ട നേരത്തെ അത്ഭുതപ്പെട്ടു പോയി. എന്റെ കണ്ണ് തള്ളിപ്പോയി. റഅയ്തുഹു ഫിൽ ജന്നാ, ഞാൻ അയാളെ കാണുന്നത് സ്വർഗത്തിലാണ്. ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. അത്ഭുതപ്പെടണമല്ലോ. ജീവിതത്തിൽ നല്ലത് ചെയ്യാൻ പറഞ്ഞിട്ട് അതിന് ചെവി കൊടുക്കാതെ, വേണ്ടാധീനങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നതിന് സമയം കാണാതെ, ഏത് സമയവും തെറ്റ് ചെയ്തിരുന്ന ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോ സ്വർഗത്തിലാണല്ലോ കാണാൻ കഴിഞ്ഞത്. ഈ സൂഫിയായ മഹാപണ്ഡിതന് വല്ലാത്ത അത്ഭുതമായി. അദ്ദേഹത്തോട് ചോദിച്ചു, ബിമനിൽ തഹാദിഹിൽ മൻസില, എന്തിനാണ് മോനെ നിനക്ക് ഇത്രയും വലിയ സ്ഥാനം കിട്ടിയടോ? നിന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെ കരുതിയില്ലല്ലോ. നിനക്ക്